നാളെ മുതൽ രാജ്യവ്യാപക സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് CJP. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, രാജ്യവ്യാപകമായി പ്രതിഷേധം സമരം നടത്തുമെന്ന് പറയുമ്പോൾ അത്രത്തോളം സ്ട്രെങ്ത് CJPക്ക് ഉണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്താണ് സമരം നടത്തുക, എങ്ങനെയാണ്, എന്താണ് സമരമാർഗം, ആഹ്വാനം എങ്ങനെ? അക്ഷയ, ഡൽഹിയിൽ കണ്ടതിന് സമാനമായ രീതിയിൽ പൂർണ്ണമായും സമാധാനപരമായിട്ടുള്ള രീതിയിലായിരിക്കും സമരമെന്നാണ് ഇപ്പോൾ CJP തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ പ്രധാനമായും പൂനെയിൽ വൈകിട്ട് 4 മണിയോടുകൂടി സാവിത്രിബായി ഫൂലെ സർവകലാശാലയിൽ വെച്ചാണ് സമരം നടത്തുമെന്ന് CJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ ലക്നൗ, അമൃത്സർ, ബംഗളൂരു, ജയ്പൂർ, ഹൈദരാബാദ് എന്നീ നഗരങ്ങളിലേക്കാണ് സമരം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി ഉള്ളത്. ആദ്യഘട്ടത്തിൽ ശനിയാഴ്ച ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഡൽഹി ഒഴികെ ബാക്കിയുള്ള നഗരങ്ങളിലേക്ക് ഉൾപ്പെടെ സമരം വ്യാപിപ്പിക്കുകയാണ് CJP. നേരത്തെ അവർ അവകാശപ്പെട്ടത് വെച്ചിട്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജൻസികളുടെ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ ഒരു പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യവ്യാപകമായി സമരം നടത്തിയാലും വലിയ പിന്തുണ തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് CJP ഇപ്പോൾ ഉള്ളത്. അക്ഷയ. ശരി, വിഷ്ണു വിവരങ്ങൾ നൽകുന്നു. എന്തായാലും രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്താനുള്ള ആഹ്വാനം CJP നടത്തുകയാണ്.